40-ലധികം വില്ലകളുള്ള ഒരു കമ്മ്യൂണിറ്റി വില്ലയിലെ ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നാലര മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വില്ല പ്രൊജക്റ്റിൻ്റെ ഡെഡ് എൻഡിനോട് ചേർന്നാണ് ഈ ഒരു വില്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്പേസ് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കോമ്പൗണ്ട് വാൾ ക്ലാഡിംഗ് ടൈലും സ്പോട്ട് ലൈറ്റും കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഗേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ 4.6 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്തായി സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്തായി ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. 19 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഉള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ വീടിൻ്റെ കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. കടപ്പാക്കല്ലുകളും മെറ്റൽ ചിപ്സുമാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നാൽ 4 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകളാണ് പാകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് ഉപയോഗിക്കാവുന്നത്. നമുക്കിനി സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10.5 അടി നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിനുള്ളത്. ഒരു 3 സീറ്റഡ് ചെയർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് തൂണിന് ക്ലാഡിംഗ് ടൈല് നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിലും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മുഴുവനായും തേക്കിൻ തടിയിൽ തീർത്ത ഒരു വലിയ മെയിൻ ഡോറാണ് ഇവിടെയുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ജനൽ പാളികളും തേക്കിൻ തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഉള്ളത്. ലിവിംഗ് സ്പേസിൻ്റെ വിൻഡോ പൂർണ്ണമായിട്ടും പാനലിംഗ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് നൽകി ടേബിൾ ടോപ്പായിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു വർക്ക് കാണാം. ധാരാളം ഡെക്കർ സ്പേസും സ്റ്റോറേജ് സ്പേസും ഇതിന് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഡൈനിങ് സ്പേസിൻ്റെ വിൻഡോയിൽ ഫുള്ളി പാനൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിലേക്ക് നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ
റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റെയർ വരും. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. കിച്ചണിൽ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും ഗ്ലോസി ടൈൽസ് ആയിരുന്നു. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണായ ഈ കിച്ചണിന് 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷനും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ഈ ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 9 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വിൻഡോകളും പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 16.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിൽ ഉള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഓപ്പണിംഗ് ബാൽക്കണിയിലേക്കുള്ളതാണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാൾഡ്രോബ് കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ഈ ബെഡ്റൂമിന് ഉണ്ട്. ആ ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ബാൽക്കണിയിലേക്ക് വരാം. 2 പാർട്ടായിട്ടാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂഫ് കവർ ചെയ്ത ബാൽക്കണിക്ക് 9 അടിയിലേറെ നീളവും 6 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ ബാൽക്കണി വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെ നമുക്ക് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ നമുക്ക് കൺവേർട്ട് ചെയ്ത് മനോഹരമായി ഉപയോഗിക്കാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ, പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 1/2 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ, മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 9.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്ന് ഡിസ്റ്റൻസ്. 4 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 1780 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള വീടുകൾ നേരിൽ കാണുന്നതും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.